കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന സുന്ദരമായ ഇസ്ലാമിന്റെ ആദർശം പറഞ്ഞ ഒരു വംശമാണ് മുസ്ലിമീങ്ങൾ എന്നുള്ളതിന്റെ പേരിലും പിറന്ന നാട്ടിൽ ജീവിക്കുവാൻ യോഗ്യരല്ല, ഇവിടെ നുഴഞ്ഞു കയറിയവരാണ്. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പെറ്റുകൂട്ടാൻ മാത്രം അറിയാവുന്ന വർഗമാണ് പോലെയുള്ള മനുഷ്യനിന്ദാപരമായ സംസാരങ്ങൾ നടത്തിയ ധിക്കാരികൾക്കൊക്കെ ലോകം നൽകിയ വലിയൊരു പാഠമുണ്ട്. ലോകത്തൊരുപാട് ആളുകൾ അങ്ങനെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച വലിയ വലിയ ഏകാധിപതികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ വലിയ അഹങ്കാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് അവതരിക്കപ്പെട്ട് ദൈവം എന്നെ പറഞ്ഞയച്ചതാണെന്ന് ദൈവാവതാരത്വം ചമയാൻ വേണ്ടി അങ്ങനെ ദൈവം ചമഞ്ഞ ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. നാം ഓർക്കുക, ഈ ബലിപെരുന്നാളിന്റെ സുദിനം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രം കടന്നു വരാത്ത ഒരു മാനവ ഹൃദയം ഉണ്ടാവുകയില്ല. ചിന്തിക്കണം നമ്മൾ, ആ മഹാനായ പ്രവാചകൻ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്ന പൂജിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചു, ജനങ്ങളെ, ഇവയെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്, ഏകനായ സൃഷ്ടാവിനെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ഏകാധിപതി, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം, ഞാൻ പറയുന്നതല്ലാത്ത ഒരു മതം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ആ ഏകാധിപതിയായ നമ്രൂദ്, അവൻ ഒരുക്കി ഒരു അഗ്നികുണ്ഡം. ആ തീകുണ്ഡത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം എറിയപ്പെടുകയാണ്. പക്ഷേ നല്ല തവക്കുലുള്ള, റബ്ബിൽ ദൃഢനിശ്ചയമുള്ള, വരുന്നതെന്തും വരട്ടെ, എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് എനിക്ക് സംരക്ഷണം നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാം തീയിൽ എന്ന ഒരു പോറലുമേൽക്കാതെ പുറമേക്ക് വന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭരണാധികാരിയുടെ മുമ്പിൽ സംവാദത്തിന് പോയി. ഭരണാധികാരി വലിയ ദൈവം ചമഞ്ഞവനായിരുന്നു. നമ്രൂദ് പറഞ്ഞിരുന്നു, ഞാനാണിവിടെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമെന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഏകാധിപതിയെ മുട്ടുകുത്തിക്കുന്ന, ഉത്തരം മുട്ടിക്കുന്ന ചോദ്യശരമാണ് തൊടുത്തുവിട്ടത്. മഹാനായ ഇബ്രാഹിം നബി ചോദിച്ചു, എന്റെ റബ്ബ് സൂര്യനെ കിഴക്കുദിപ്പിച്ച് പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, നീയാണ് ദൈവമെങ്കിൽ പടിഞ്ഞാറ് നിന്നതിനെ ഉദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്കെ, കാണട്ടെ നിന്റെ ദിവ്യത്വം. ഫബുഹിത്തല്ലദീ കഫറ, ഏകാധിപതി ചമഞ്ഞ, ദൈവം ചമഞ്ഞ ധിക്കാരിയായ അഹങ്കാരിയായ നമ്രൂദ് ഉത്തരം മുട്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പാഠം പഠിക്കണം നമ്മൾ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വംശീയ നാശം വരുത്തുവാനും ഉന്മൂലനം ചെയ്യുവാനും കെട്ടുകെട്ടിക്കുമെന്നും കൊന്നുകളയുമെന്നുമൊക്കെ വലിയ വീരവാദം മുഴക്കിയ വലിയ വലിയ ഭരണാധികാരികളെയൊക്കെ ലോകം കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത്. നമ്രൂദിന്റെ അന്ത്യം വളരെ മോശമായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രം വളരെ നിന്ദ്യനായിട്ടാണ് അവൻ വർഷങ്ങളോളം ജീവിച്ച് മരണം പുകിയത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിച്ചേ അടങ്ങൂ, ഈ രാജ്യത്ത് നിന്നവരെ ഉന്മൂലനാശം വരുത്തിയേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച ആ നാട്ടിലെ വലിയ വലിയ ധിക്കാരികൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? റബ്ബിൽ തവക്കുലാക്കിയപ്പോൾ നിങ്ങൾക്ക് നേരെ നീട്ടിയ കൈകളെ നാം മാറ്റി എന്നാണ് അള്ളാഹു പറയുന്നത്. ആ നിഅമത്ത് ഓർക്കണമെന്നാണ് അള്ളാഹു നമ്മോട് സൂറത്തുൽ മാഇദ 11-ാം ആയത്തിൽ പറയുന്നത്. വിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. ഇത് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും അയ്ദിയഹും, ഒരു വിഭാഗം ജനങ്ങൾ നിങ്ങളെ ഇവിടെ പൊറുപ്പിക്കൂലെന്ന് പറഞ്ഞ്, കൊന്നുകളയുമെന്ന് പറഞ്ഞ്, ആട്ടിപ്പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്കേറെ കൈകൾ ഓങ്ങി നിൽക്കുന്ന വേളയിലാണ് അവരുടെ കരത്തെ നാം പിടിച്ചു മാറ്റി, അവരുടെ കൈകളെ നാം തടഞ്ഞു. അതുകൊണ്ട് വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുവീൻ. വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അല്ലാഹുവിൽ മാത്രം സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന് നാം മനസ്സിലാക്കുക. ചരിത്രത്തിന്റെ തനി ആവർത്തനം ഇവിടെയും ആരംഭിക്കുകയാണ്. ഇവിടെ എല്ലാ അർത്ഥത്തിലും അഹങ്കാരത്തിന്റെ ഭാഷ കൊണ്ട് മുഴക്കി സമൂഹത്തെ വിഘടിപ്പിച്ച് ഭക്ഷണത്തിന്റെയും നിറത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് അധികാര കസേരയിൽ തന്റേതായ അഹങ്കാരം മാത്രം നടപ്പിലാക്കാമെന്ന് വിചാരിച്ച സർവാഹങ്കാരികളും പാഠം പഠിക്കാതെ ലോകത്ത് നിന്ന് പോവില്ലെന്ന ഗുണപാഠം
ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും നടപ്പില്ല. ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനാണ് ഞങ്ങൾക്ക് എല്ലാം ഏൽപ്പിക്കുവാൻ അർഹതപ്പെട്ടവൻ, അവകാശപ്പെട്ടവൻ, യോഗ്യതയുള്ളവൻ എന്ന പ്രഖ്യാപനം. അതേപോലെ